ഒളിച്ചോടിയതായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ ഞാനിപ്പോൾ കർത്താവിന്റെ ദാസിയാണ്. എന്തിനാ ഞാൻ ചോദിക്കട്ടെ, പെൺമക്കൾ പെൺമക്കൾ മാതാപിതാക്കൾക്ക് ഒരു ഭാരമാണോ? അതെ അതെ ഞാൻ പറയൂ. ഒരു അമ്മ എന്ന നിലയിൽ ഈ സമൂഹത്തെ നിനക്ക് പേടിയാ മക്കളെ. അതോട്ടാ മൂത്ത് മുരടിക്കുന്നതിന് മുൻപ് നിങ്ങളെ ആരുടെയെങ്കിലും കയ്യിലേക്ക് കെട്ടിച്ചയക്കുന്നത്. അമ്മേ, എന്തിനാ എന്തിനാ ഞങ്ങളെ ആരുടെയെങ്കിലും കയ്യിലേക്ക് കെട്ടിച്ചയക്കുന്നത്? ഈ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും അവകാശം തുല്യമല്ലേ? അല്ല അല്ല, മുലയൂട്ടാനും മുമ്പ് പെറാനുള്ള അവകാശം നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാ. അതൊരു അഹങ്കാരാവുമ്പോഴാ സ്ത്രീക്കും പുരുഷൻ ശത്രുവാകും. ഇതുകൊണ്ട് തന്നെയാണ് മനുസ്മൃതിയിൽ പണ്ടേ പറഞ്ഞത്, പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ ഗോത്രാ രക്ഷതി വാർദ്ധക്യെന്ന്. ഈ കാലഘട്ടത്തിൽ ആർക്ക് വേണമോ നിന്റെ രക്ഷതി? നിന്നിലെ പുത്രിക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും വേണ്ട 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 വേണ്ട. സ്നേഹം കൊണ്ട് പിതാവും പ്രണയം കൊണ്ട് ഭർത്താവും കരുതൽ കൊണ്ട് പുത്രനും വലയം തീർക്കാനതിന് പകരം നിങ്ങൾ രക്ഷതിയാക്കിയതല്ലേ? എന്തിനാ? ഗർഭപാത്രമുള്ളിടത്തോളം കാലം സ്ത്രീ അബലയാണ്. അല്ല, നിന്നെപ്പോലുള്ള പുരുഷന്മാർക്ക് ജന്മം നൽകാനും ഈ ഗർഭപാത്രം താഴെ. അതുകൊണ്ട് തന്നെ പുരുഷാധികാരത്തിനായുള്ള എന്റെ താക്കീതാണ്, എന്റെ ഗമനം. മരക്കൊച്ചുന്ന തണുപ്പ് കമ്പിളി പുതപ്പിനുള്ളിൽ ഞാനും എന്റെ സ്വപ്നങ്ങളും തിരികെ പുണർന്ന ശൈത്യവും. പ്രിയമുള്ളവരെ, മലയാള കവിതാ രംഗത്ത് നവഭാഗത്വത്തിന്റെ ശില്പിയായ ശ്രീമതി ശാന്തി പട്ടത്തിലിന്റെ സോളോ ഗമനം എന്ന കവിതയുടെ രംഗഭാഷയാണ് ഈ വേദിയിൽ പൂർണ്ണമായത്.